സ്ഥാനം ലഭിക്കാത്തവരും സ്ഥാനം ലഭിച്ചവരും ജില്ലയിൽ രണ്ട് തട്ടിലെന്ന് പാലക്കാട് CPIM മേഖലാ റിപ്പോർട്ടിംഗിൽ കോടിയേരി ബാലകൃഷ്ണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ശ്രമിച്ചെന്നും CITU സമ്മേളനത്തിലും ഈ മോശം പ്രവണത ആവർത്തിച്ചെന്നും റിപ്പോർട്ടിംഗിൽ വിമർശനമുണ്ട്. സംഘടന പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തിയത്. ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള പാർട്ടി സഖാക്കളോട് ജില്ലയിൽ രൂപപ്പെട്ട പുതിയ പ്രതിസന്ധി വിശദീകരിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ശ്രമിച്ചെന്ന് മുൻ MLA M ഹംസയുടെയും PK സുധാകരന്റെയും പേരെടുത്ത് കോടിയേരി റിപ്പോർട്ടിങ്ങിനിടെ പറഞ്ഞു. മോശം പ്രവണത തിരുത്തപ്പെടണം. എന്നാൽ തുടർന്ന് നടന്ന CITU ജില്ലാ സമ്മേളനത്തിലും വിഭാഗീയത ആവർത്തിക്കപ്പെട്ടെന്നും റിപ്പോർട്ടിംഗിൽ പരാമർശമുണ്ട്. ജില്ലയിൽ സ്ഥാനം ലഭിച്ച നേതാക്കളും ലഭിക്കാത്തവരും 2 തട്ടിലായെന്നും കോടിയേരി വിലയിരുത്തി. 2 നേതാക്കളുടെ പേര് റിപ്പോർട്ടിൽ പറഞ്ഞുവെങ്കിലും ഇവർക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്നത് വ്യക്തമാക്കിയിട്ടില്ല. പാലക്കാട് മണ്ഡലത്തിലെ കനത്ത തോൽവിയുടെ കാരണം സംഘടനാ പ്രശ്നങ്ങൾ തന്നെയാണെന്നും 4 ലോക്കൽ കമ്മിറ്റികൾക്കെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും കോടിയേരി റിപ്പോർട്ടിങ്ങിനിടെ സൂചന നൽകി. സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് NN കൃഷ്ണദാസിന് ഉയരാനായില്ലെന്ന വിമർശനവും കൂട്ടത്തിലുണ്ട്. കിഴക്കൻ മേഖലയിലെ ഏരിയ കമ്മിറ്റികൾക്കുള്ള റിപ്പോർട്ടിംഗ് പാലക്കാടും പടിഞ്ഞാറൻ മേഖലാ റിപ്പോർട്ടിംഗ് ഷൊർണൂരുമാണ് നടന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.